സോ ഇതിനകത്ത് നമ്മൾ ഇൻപുട്ട് സെറ്റ് സിഗ്നൽസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് രണ്ട് വേരിയന്റ് ഓഫ് ഇൻപുട്ട് ആണ് ആക്ച്വലി നമ്മുടെ സിഗ്നൽസ്. ഒന്ന് ഇൻപുട്ട് ഡോട്ട് റിക്വയർഡ് ഉണ്ട്, ഒന്ന് സാധാ ഇൻപുട്ട്. അപ്പം ഇതിനകത്ത് ഇൻപുട്ട് ഡോട്ട് ലാസ്റ്റ് നെയിം, ഇൻപുട്ട് ഡോട്ട് റിക്വയർഡ് ഓഫ് കൊടുത്തിട്ടുണ്ട്, ഏജ് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട് ഈ ഒരു കമ്പോണന്റിനകത്ത്. പിന്നെ അവർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇൻപുട്ട് ഓട്ടോമാറ്റിക്കലി റെക്കഗ്നൈസ് വെൻ എവർ യൂസ് ഇൻപുട്ട് ഓർ ഇൻപുട്ട് ഡോട്ട് റിക്വയർഡ് എന്നാണ്. സോ നമ്മൾ സാധാരണ ഇൻപുട്ട് യൂസ് ചെയ്തിരിക്കുന്ന ആ സെയിം സ്വന്തം തന്നെയാണ് ഏലിയാസ് എഴുതാൻ പറ്റും. ഇത് ടെംപ്ലേറ്റ്സിനകത്ത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം യൂസ് ചെയ്യാം. പിന്നെ അതനുസരിച്ച് കമ്പ്യൂട്ടർ സിഗ്നൽസ് ഏജ് മൾട്ടിപ്ലൈഡ് ബൈ 2 കമ്പ്യൂട്ടർ സിഗ്നൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സാധാ സിഗ്നൽസ് പോലെ തന്നെ കമ്പ്യൂട്ടർ സിഗ്നൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എഫക്റ്റിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എൻജിയോൺ ചേഞ്ചസ് വേണ്ട. എൻജിയോൺ ചേഞ്ചസിന് പകരം നമുക്കൊരു വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്താണേലും അത് എഫക്ട്സിൽ ചെയ്താൽ മതി. വാല്യൂ ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി, പക്ഷെ ആ കിട്ടുന്ന വാല്യൂ നമുക്ക് വേറൊരു വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്, അത് വെച്ച് ചെയ്യാൻ പറ്റും. അതാണ് വാല്യൂ ട്രാൻസ്ഫോം എന്ന് ഉദ്ദേശിക്കുന്നത്. സിഗ്നൽ വേഴ്സസ് ഇൻപുട്ട് എന്തുകൊണ്ട് യൂസ് ചെയ്തിരിക്കുന്നത്? സിഗ്നൽസ് കുറച്ചുകൂടെ ടൈപ്പ് സേഫ് ആണ് ഇൻപുട്ട് സാധാ സിഗ്നൽസിനേക്കാളും. സിഗ്നൽസ് ടെംപ്ലേറ്റ്സിൽ ഓട്ടോമാറ്റിക്കലി പോൺ പുഷ് എലമെന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. വാല്യൂസ് ക്യാൻ ബി ഈസി ഡിറൈവ് വെൻ എവർ ഇൻപുട്ട് സിഗ്നൽ യൂസ് കമ്പ്യൂട്ടഡ്. നമുക്ക് കുറച്ചുകൂടെ ലോക്കലൈസ്, കുറച്ചുകൂടെ മോണിറ്റർ ചെയ്യാൻ പറ്റും എഫക്ട്സ്. എൻജിയോൺ ചേഞ്ചസിന്റെ ആവശ്യം ഇനി ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിന് വരെ എഫക്ട്സ് ആണ് ഇനിയും വരുന്നത്. ഇത്രയാണ് ഇതിന്റെ ഒരു തിയറി പാർട്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഞാൻ ഒരു ചൈൽഡ് കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ആപ്പ് കമ്പോണന്റ് ചൈൽഡ് കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആപ്പ് കമ്പോണന്റിനകത്ത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ ചൈൽഡ് കമ്പോണന്റിനകത്ത് നമുക്ക് ആക്ച്വലി സ്പീക്കിംഗ് കുറച്ച് ഇൻപുട്ട് സിഗ്നൽസിനെ നമുക്ക് എഴുതി നോക്കാം. ഒന്ന് ഫസ്റ്റ് നെയിം. This will be of type string. ഇത് ഡേറ്റ് ആയിരിക്കും. ബർത്ത് ഡേറ്റ് എന്ന് പറയുന്നത് ഡേറ്റ് ആണ്. ഇത് ഇത്രയും നമുക്കൊരു ഇൻപുട്ട് ആയിട്ട് കിട്ടുമ്പോൾ ഇത് മൂന്നും ആദ്യം ഇനിഷ്യലി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്കിവിടെ ടെംപ്ലേറ്റിനേക്കാളും തിയറിക്കും പ്രാക്ടിക്കലിനാണല്ലോ ഇമ്പോർട്ടൻസ് വരിക. അതുകൊണ്ടാണ് ഡേറ്റ് തന്നെ അല്ലേ, ഡേറ്റിന്റെ ഡി സ്മോൾ ആക്ച്വലി ഇവിടെ ക്യാപ്സ് ആക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ റിക്വയർഡ് കൊടുത്തിട്ടുണ്ട്. ആ റിക്വയർഡ് എന്ന് പറയുന്ന സംഭവം ഇതിൽ വന്നിട്ടില്ല.
അതുകൊണ്ട് നമുക്ക് താഴെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ എറർ അടിക്കുന്ന ലാസ്റ്റ് നെയിം വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആബ്രോഡ് കമ്പോണൻറ്റിനകത്ത് പോയിട്ട് ആദ്യം നമ്മൾ ആ എറർ മാറ്റാം. ലാസ്റ്റ് നെയിം ഈക്വൽ ടു ബ്രേസസ് ഇടാൻ മറന്നുപോയി. നമ്മുടെ ഒരു പ്രശ്നമൊക്കെ സിഗ്നൽ ആകുമ്പോൾ അവിടെ സിമ്പിൾ ബ്രാക്കറ്റ്സ് ഇല്ലാതെ നടക്കത്തില്ല. ഫസ്റ്റ് നെയിം ഈഷ, ലാസ്റ്റ് നെയിം ബർത്ത് ഡേറ്റ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, ഇതെല്ലാം അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇതിൻ്റെ ഏറ്റവും വളരെ സിമ്പിൾ ലോജിക്കുള്ള സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്ന് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൂടാതെ നമുക്ക് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം സെപ്പറേറ്റ് ഇടണം. നമുക്ക് ഒരു രണ്ട് രീതി നമുക്ക് ചെയ്യാം. നമുക്കിതിനെ ഫസ്റ്റ് നെയിം പ്ലസ് ലാസ്റ്റ് നെയിം ആക്കണം, അല്ലെങ്കിൽ ഫുൾ നെയിം ആക്കണം. ഫുൾ നെയിം ഈക്വൽ ടു വേണ്ടൊന്നുമില്ല. നെയിം മാറ്റിയിട്ട് നമ്മുടെ ഫുൾ നെയിം കൊടുക്കണം. നമ്മൾ ചെയ്ത കമ്പ്യൂട്ടർ സിഗ്നലിനകത്ത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എടുക്കും. എന്താണ് കമ്പ്യൂട്ടർ സിഗ്നൽ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ ഒക്കെ അത് ചെയ്തിട്ടുണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്. നമുക്കറിയാം ഇത് റീഡബിൾ സിഗ്നൽ ആണ്. മനു എന്നുള്ളത് നെയിം ആണ്. ഇനി നമുക്ക് അതിനകത്ത് രണ്ടാമതൊരു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു സംഭവമാണ്. സെറ്റിന് പകരം നമ്മൾ വാല്യൂ ട്രാൻസ്ഫോം എന്താ, നമുക്കൊരു കാര്യം ചെയ്യാം. ഏജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഗെറ്റ് ഏജ്.
ഇവിടെ ഡേറ്റ് ശരിയായിട്ടുണ്ട്. ഏകദേശം ഡേറ്റിനുള്ള ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ട്രാൻസ്ഫോമിന്റെ ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന പോലെ നമ്മൾ ആ ഫംഗ്ഷൻ ട്രാൻസ്ഫോമിന്റെ സമയത്ത് ആ ഫംഗ്ഷനെ വിളിച്ചാൽ മതി. ഡേറ്റിനകത്ത് നമുക്കൊരു വാല്യൂ ഉണ്ടാവും. നമ്മൾ ആ വാല്യൂ തൽക്കാലം ഇവിടെ നല്ലെന്നിടുകയാണ്. കോമ, കാരണം അത് റിക്വയർഡ് അല്ലല്ലോ. ട്രാൻസ്ഫോം this dot get date. തൽക്കാലം ഞാൻ ന്യൂ ഡേറ്റ് കൊടുക്കാം. അതായത് ട്രാൻസ്ഫോമിനകത്ത് ഞാൻ ഈ പരിപാടി തൽക്കാലം ഞാൻ ആ ഒരു പാരാമോഡിൽ നിന്ന് മാറ്റിയിട്ട് 0 ഇട്ട് കൊടുക്കുകയാണ്. ലെറ്റ്സ് സീ. ബർത്ത് ഡേറ്റ് എന്ത് വരുമെന്ന് നമുക്ക് നോക്കാം. ബർത്ത് ഡേറ്റ് 34 വന്നിട്ടുണ്ട്. വാല്യൂ ട്രാൻസ്ഫോം നമുക്ക് കിട്ടുന്നത് നമ്മൾ നേരത്തെ നമുക്ക് വാല്യൂ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്ററും ഗെറ്ററും ആണ് യൂസ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ സെറ്ററും ഗെറ്ററിനും പകരം ട്രാൻസ്ഫോം ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ എന്നാണ് പറയപ്പെടുന്നത്. ഇൻപുട്ട് ആസ് സിഗ്നൽ. ഇനിയുള്ളത് മോഡൽ ഇൻപുട്ട്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ആക്ച്വലി ആർട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഇവന്റിന് പകരമാണ് മോഡൽ ഇൻപുട്ട് വരുന്നത്. ചെക്ഡ് ഇസ് ഈക്വൽ ടു ഫോൾസ്, ചെക്ഡ് ഇസ് ഈക്വൽ ടു മോഡൽ ഓഫ് ഫോൾസ്, ഡിസേബിൾഡ് ഇസ് ഈക്വൽ ഇൻപുട്ട് ഓഫ് ഫോൾസ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും ഗെറ്റ് നെയിം ഇസ് ഈക്വൽ ടു ഫുൾ നെയിം എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. നമുക്കിവിടെ എഫക്റ്റിനകത്ത്
ഏജ് ഈക്വൽ ടു മോഡൽ ഓഫ് 0 എന്ന് കൊടുക്കാം. ഇവിടെ നമ്മൾ ഏജ് ഇസ് ഈക്വൽ ടു ആണ്. മോഡൽ ഓഫ് 0 കൊടുത്തു. എഫക്റ്റിനകത്ത് നമുക്ക് ബർത്ത്ഡേയുടെ അകത്ത് ഇൻപുട്ട് ചേഞ്ച് വരുമല്ലോ. മോഡൽ ചേഞ്ച് നമ്മളിവിടെ അതിൻ്റെ ഏജ് ചേഞ്ച്, അതായത് മോഡൽ എല്ലാത്തും ഓട്ടോമാറ്റിക്കലി പേരിൻ്റെ ചേഞ്ച് വരുമ്പോഴത്തേക്കാണ് വരുന്നത്. കാൽക്കുലേറ്റർ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കിവിടെ നെയിം വാല്യൂ വരുമോ എന്ന് നോക്കാം. ബർത്ത്ഡേ 01 ഓക്കെ, കഴിഞ്ഞിട്ടാണ് മോഡൽ വരുന്നത്.
അതായത് ഇങ്ങനെ ഒരു ചേഞ്ച് വെച്ച് സഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് നമുക്കിവിടെ വാല്യൂസ് വരുന്നില്ല. ഏജ് ഇസ് ബോത്ത് മോഡൽ ആൻഡ് സഫിക്സ്. പക്ഷേ ഏജിൻ്റെ കൂടെ നമുക്ക് ട്രാൻസ്ഫോം ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു മോഡൽ എന്ന് പറയുന്നത് അറ്റ് എ ടൈം ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. ഇവിടെ ഒരു കൺസോൾ ലോഗിൽ ഡോട്ട് ഏജ് ഇട്ടിട്ട് കമ്പോണന്റിനകത്ത് നിന്ന് ഏജ് ഇസ് ഈക്വൽ ടു 20 പാസ് ചെയ്യാം. എന്നിട്ട് ഞാൻ ക്ലിക്കിൽ എമിറ്റ് ബാക്ക് എന്നൊരു ഫംഗ്ഷൻ എഴുതുകയാണ്. നമുക്ക് നോക്കാം. ഇത് എമിറ്റ് ബാക്ക് പോയിട്ട് ഏത് വാല്യൂ അവിടെ സെറ്റ് ആവും എന്ന് നമുക്ക് നോക്കാം. ഏജ് ആൻഡ് ചൈൽഡ് 20 വരുന്നുണ്ട്. ഏജ് ആൻഡ് ചൈൽഡ് 33 വരുന്നുണ്ട്. സോ നമ്മളിവിടെ മോഡൽ എന്ന് പറയുന്ന സംഭവിക്കുന്ന ബർത്ത് ഡേറ്റിന്റെ ആവശ്യം ഇവിടെ ഇല്ല. മോഡൽ മീൻസ് ഇവിടെ ബോത്ത് ഏജും അത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആണ്. ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആണ് ഏജ് എന്ന് പറയുന്നത്. അത് child component birth date is equal to input of 0 transform of this dot get date ഉണ്ട്. Age is equal to model ഉണ്ട്. ഏജ് ഇസ് ഈക്വൽ ഏജ് എന്ന് പറയും മോഡലിന് ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഏജ് ഇസ് ഈക്വൽ ടു മോഡലിന് പാസ് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ ഇവിടുന്ന് നമ്മുടെ പേരന്റ് കമ്പോണന്റ് നമ്മൾ ഏജ് ഇസ് ഈക്വൽ ടു 20 എന്നൊരു വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്. ആ വാല്യൂ നമുക്ക് ചൈൽഡ് കമ്പോണന്റിൽ കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഫംഗ്ഷൻസ് ഒന്നും മോഡലിലൂടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ട്രാൻസ്ഫോം വേണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് തന്നെ വേണം.
ഇനി നമ്മളിവിടെ ഏജിനകത്ത് എന്തെങ്കിലും ഒരു വാല്യൂ ചേഞ്ചസ് ഏജ് ഡോട്ട് സെറ്റ് ഓഫ് ബർത്ത്ഡേ ഇതിനകത്ത് സെറ്റോ അപ്ഡേറ്റോ അങ്ങനെ എന്ത് ഫംഗ്ഷൻ സിഗ്നലും ചെയ്താലും ഇറ്റ് വിൽ ആക്ട് ആസ് എ ഇൻപുട്ട് സിഗ്നൽ. It will act as an input സിഗ്നലിനകത്ത് ചൈൽഡ് കമ്പോണ്ടിനകത്ത് ഒരു ഇൻപുട്ട് സിഗ്നൽ ആയിട്ടും പേരന്റ് കമ്പോണ്ടിനകത്ത് ഒരു ഔട്ട്പുട്ട് സിഗ്നൽ ആയിട്ടും യൂസ് ചെയ്യും. ഔട്ട്പുട്ട് സിഗ്നലിനകത്ത് യൂസ് ചെയ്യുമ്പോൾ ചേഞ്ച് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ആ ഒരു മോഡലിന്റെ പേരോട് സഫിക്സ് ആയിട്ട് യൂസ് ചെയ്യും. കുറച്ചുകൂടെ നമുക്ക് ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് മോഡലായിരിക്കും. ഇവിടെ വീണ്ടും എന്താ എറർ വന്നിരിക്കുന്നത്? അന്നേരം കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. നമ്മളിവിടെ എന്തോ സേവ് ചെയ്യാൻ പറ്റും. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ദിസ് ഇസ് ഫൈൻ. ഇവിടെ ബർത്ത്ഡേക്കിനകത്ത് 2 ബ്രേസസ് ആയിട്ട് ഇവിടെ എറർ വന്നാൽ നമ്മൾ ഏജ് നമ്പർ എന്നാണ് കൊടുത്തത്. ഞാൻ ഏജ് നമ്പർ മാറ്റി ഏജ് കാൽക്കുലേറ്ററിൽ ഇനി കൊടുത്തിട്ടുണ്ട്. അപ്പം ഏകദേശം ഇതെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. So once again we'll define what is model. Model is something which can act as both input and output variable. ഔട്ട്പുട്ട് എമിറ്റർ ആയിട്ടും യൂസ് ചെയ്യാം, നമ്മുടെ ഇൻപുട്ട് വേരിയബിൾ ആയിട്ടും അതിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ ഞാൻ ആപ്പ് ഡോട്ട് കമ്പോണ്ടിനകത്ത് ഏജ് ഇസ് ഇക്വൽ ടു 20 എന്ന് കൊടുക്കുന്നുണ്ട്. ഏജ് ചേഞ്ച് ഇസ് ഇക്വൽ ടു ഏജ് കാൽക്കുലേറ്റർ എന്ന് കൊടുക്കുന്നുണ്ട്. ഏജ് എന്ന് പറയുന്ന മോഡലിന്റെ പേരാണ്. മോഡലിന്റെ പേരിന്റെ കൂടെ ചേഞ്ച് എന്ന് പറയുന്ന സഫിക്സ് ഓട്ടോമാറ്റിക്കലി വന്ന് അപ്പൻഡ് ആയിട്ടിരിക്കും. അങ്ങനെ ഒരു ഔട്ട്പുട്ട് എമിറ്ററിനെ പോലെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചൈൽഡ് കമ്പോണന്റിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇമിറ്റ് ബാക്ക് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ഇത് സെറ്റ് ചെയ്ത് ഇത് ഡോട്ട് ഏജ് ഡോട്ട് സെറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ബാക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പം ഈ ഇൻപുട്ടിനകത്ത് സെറ്റ് കൊടുത്താലും അപ്ഡേറ്റ് കൊടുത്താലും ആ വാല്യൂ റിട്ടേൺ ചെയ്ത് എമിറ്റ് ചെയ്ത് നമ്മുടെ പേരന്റിൽ വരും. 34 വരുന്നുണ്ടോ? ഈ 34 ചൈൽഡ് കമ്പോണന്റിനാണ് വരുന്നത്. അപ്പം ബാക്കി നെക്സ്റ്റ് വീഡിയോ.